Last class, we have studied method overloading. In method overloading, we have seen that we can have more than one method in a single class with common name as long as their parameters are different. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ ഒരേ പേരിലുള്ള ഒന്നിൽ കൂടുതൽ മെത്തേഡുകൾ നമുക്ക് എഴുതാം. വ്യത്യാസം അതിൻ്റെ പാരാമീറ്റേഴ്സിലായിരിക്കണം, ലോഡിലുള്ള വ്യത്യാസം. ഏകദേശം ഒരേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതിയിരുന്നത്. അതിനെ നമ്മൾ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് വിളിച്ചു. ടുഡേ വി ആർ ഗോയിങ് ടു സീ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് ആണ്. വി നോ ദാറ്റ് കൺസ്ട്രക്ടർ ബിഹേവ്സ് ലൈക്ക് എ മെത്തേഡ്. കൺസ്ട്രക്ടർ മെത്തേഡ് പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മളൊരു കൺസ്ട്രക്ടർ ഓവർലോഡ് ചെയ്യുന്നത്? Constructor is used to initialize an object at the time of creation. ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നതും ആ ഓബ്ജക്റ്റിൻ്റെ സൈസ് ഇനിഷ്യലൈസ് ചെയ്യുന്നതും വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുന്നതും കൺസ്ട്രക്ടറാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കൺസ്ട്രക്ടർ ഓവർലോഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ we can have more than one constructor within a single class as long as their parameters are different. ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ കൺസ്ട്രക്റ്റേഴ്സും ആകാം. മിനിമം ഒരു കൺസ്ട്രക്ടർ വേണം. യൂസർ ഡിഫൈൻഡ് കൺസ്ട്രക്ടർ ഇല്ലെങ്കിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ അവിടെ കാണും. മിനിമം ഒരു കൺസ്ട്രക്ടർ വേണം. ബട്ട് വി ക്യാൻ യൂസ് മോർ ദാൻ വൺ കൺസ്ട്രക്ടർ വിത്തിൻ എ സിംഗിൾ ക്ലാസ്. ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ കൺസ്ട്രക്റ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. വ്യത്യാസം മെത്തേഡ് ഓവർലോഡിംഗ് പോലെ തന്നെ ആസ് ലോങ് ആസ് ദെയർ പാരാമീറ്റേഴ്സ് ആർ ഡിഫറൻറ്റ്. ഒന്നിൽ കൂടുതൽ കൺസ്ട്രക്റ്റേഴ്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഒന്നിൽ കൂടുതൽ രീതിയിൽ വാല്യൂസിനെ ഇനിഷ്യലൈസ് ചെയ്യുക ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, പല രീതിയിൽ. ഇപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ഒരു കൺസ്ട്രക്ടർ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ എഴുതിയ കൺസ്ട്രക്ടർ വിത്ത് 3 പാരാമീറ്റേഴ്സ്, 3 പാരാമീറ്ററുള്ള കൺസ്ട്രക്ടർ ഉപയോഗിച്ചാണ് നമ്മൾ ബോക്സ് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്, ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്. പക്ഷേ എപ്പോഴും ഈ 3 വാല്യൂസും കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് ആൻ ഓബ്ജക്റ്റ് ഓഫ് ക്യൂബ്, ഒരു ക്യൂബിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലെങ്തും വിഡ്ത്തും ഹൈറ്റും ഒരേ വാല്യൂസ്. അപ്പോൾ നമ്മൾ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് 3ഉം ഇനീഷ്യലൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് പോലെ തന്നെ വേറൊരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ക്ലോണിങ്, നമ്മളത് കാണും. അപ്പോൾ ഒരു ഓബ്ജക്റ്റ് അങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ടൈപ്പിലുള്ള വേറൊരു ഓബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതുപോലെ പല രീതിയിൽ, ഇനി 3ഉം കൂടെ ലെങ്തും വിഡ്ത്തും ഹൈറ്റും ഡിഫറൻ്റ് ആണെങ്കിൽ 3 വാല്യൂസ് കൊടുക്കും. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വാല്യൂസ് കൊടുത്ത് ഇഷ്ടമുള്ള ടൈപ്പിൽ ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടർ ഓവർലോഡ് ചെയ്യുന്നത്. മറ്റേപോലെ മെത്തേഡ് ഓവർലോഡിംഗ് പോലെ തന്നെ വി ആർ ജനറലൈസിങ് എ കൺസ്ട്രക്ടർ. ഒരു കൺസ്ട്രക്ടറിനെ നമ്മൾ ജനറലൈസ് ചെയ്യുന്നു. നമ്മൾ പല രീതിയിൽ, ഇഷ്ടമുള്ള രീതിയിൽ, ഏത് രീതിയിൽ നമ്മൾ വാല്യൂ കൊടുത്താലും ആ ടൈപ്പിലുള്ള ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ടറിനെ നമ്മൾ ഓവർലോഡ് ചെയ്യുന്നു. സോ വി യൂസ് കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് ടു ക്രിയേറ്റ് ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ് വിത്ത് ഡിഫറെൻറ്റ് സൈസസ്. പല സൈസിലുള്ള, പല രീതിയിലുള്ള, പല ടൈപ്പിലുള്ള ഓബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ടറിനെ ഓവർലോഡ് ചെയ്യുന്നത്. In this example, we overlaid constructor with different parameters. പല പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഈ എക്സാമ്പിൾ നമ്മൾ ഓവർലോഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് ഒരു ഓബ്ജക്റ്റ് പാസ് ചെയ്യുന്നു. ഒരു ഓബ്ജക്റ്റ് പാസ് ചെയ്യുമ്പോൾ ആ ഓബ്ജക്റ്റിനെ പോലെ തന്നെയുള്ള ഓബ്ജക്റ്റ് വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബോക്സ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത് മറ്റൊരു ഓബ്ജക്റ്റാണ്. വേറൊരു ഓബ്ജക്റ്റ് പാസ് ചെയ്യുമ്പോൾ ആ പാസ് ചെയ്യപ്പെടുന്ന ഓബ്ജക്റ്റിൻ്റെ ലെങ്തും വിഡ്ത്തും ഹൈറ്റും എടുത്ത് വേണം പുതിയ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പം പുതിയ ഓബ്ജക്റ്റും പഴയ ഓബ്ജക്റ്റും ഒരേപോലെ ആയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോണിങ്. നിലവിലുള്ള ഒരു ഓബ്ജക്റ്റിൽ നിന്നും അതിൻ്റെ അതേ
സൈസിലുള്ള മറ്റൊരു ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ കൺസ്ട്രക്ടറിൽ നമ്മൾ ക്ലാസ് ടൈപ്പ് റെഫറൻസ് വേരിയബിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബോക്സ് ടൈപ്പ് OB ഈസ് എ റെഫറൻസ് വേരിയബിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, റെഫറൻസ് വേരിയബിൾ ഈസ് യൂസ് ടു ഇനിഷ്യലൈസ് ആൻ ഓബ്ജക്റ്റ് ഓഫ് ദാറ്റ് ക്ലാസ് ടൈപ്പ്. ആ ക്ലാസ് ടൈപ്പിലുള്ള ഒരു ഓബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അസൈൻ ചെയ്യാനാണ് റെഫറൻസ് ടൈപ്പ് വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ക്ലാസ് റെഫറൻസ് വേരിയബിൾ. അപ്പം റെഫറൻസ് വേരിയബിൾ OB ഓഫ് ടൈപ്പ് ബോക്സ് ടൈപ്പിലുള്ള വേരിയബിൾ ആണ് നമ്മൾ പാരാമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പം ഈ പാരാമീറ്ററിലേക്ക്, ഈ റെഫറൻസ് വേരിയബിളിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാവുന്നത് ബോക്സ് ടൈപ്പിലുള്ള ഓബ്ജക്റ്റിനെയാണ്. ഈ ബോക്സ് ടൈപ്പ് വേരിയബിളിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാവുന്നത്. അങ്ങനെ നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേഷൻ്റെ സമയത്ത് നമ്മൾ ഓബ്ജക്റ്റ് അസൈൻ ചെയ്യുമ്പോൾ ആ ഓബ്ജക്റ്റിൻ്റെ, ഇപ്പം നോക്കിക്കേ, ഇൻസ്റ്റൻസ് വേരിയബിൾ വിഡ്ത്ത് ഇസ് ഈക്വൽ ടു OB.width. OB എന്ന് പറയുന്ന ഓബ്ജക്റ്റിൻ്റെ വിഡ്ത്താണ് നമ്മുടെ പുതിയ ഓബ്ജക്റ്റിൻ്റെ വിഡ്ത്തായിട്ട് എടുക്കുന്നത്. OBയിലേക്ക് വരുന്ന ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ് OB.height. OBയിലേക്ക് വരുന്ന ഡെപ്ത്ത് ആണ് OB.depth. ഇവിടെ നമ്മൾ പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം, വെൻ വി പാസ് arguments or values into parameters of a constructor or method. ഒരു മെത്തേഡിലേക്കോ ഒരു കൺസ്ട്രക്ടറിലേക്കോ നമ്മൾ വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ എ സെപ്പറേറ്റ് കോപ്പി ഓഫ് ദാറ്റ് വാല്യൂസ് വിൽ ബി പാസ്ഡ് ഇൻ ടു ദ മെത്തേഡ് ഓർ കൺസ്ട്രക്ടർ. നമ്മൾ വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ മെത്തേഡ് കോൾ ചെയ്യുമ്പോഴോ കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോഴോ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് കോപ്പിയാണ് ആ കൺസ്ട്രക്ടറിലേക്ക് അല്ലെങ്കിൽ മെത്തേഡിലേക്ക് പാസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓബ്ജക്റ്റ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ ഓബ്ജക്റ്റിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യത്തില്ല. നമുക്കറിയാം, വി ഹാവ് ടു യൂസ് ന്യൂ ഓപ്പറേറ്റർ ആൻഡ് എ കൺസ്ട്രക്ടർ ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഓബ്ജക്റ്റ്. ഒരു പുതിയ ഓബ്ജക്റ്റ് വേണമെങ്കിൽ അവിടെ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചെങ്കിലേ നടക്കത്തുള്ളൂ. അതിൻ്റെ കൂടെ കൺസ്ട്രക്ടർ കോൾ ചെയ്യണം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നത്, നമ്മൾ ഓബ്ജക്റ്റ് ഇവിടെ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേ, ഒരു ബോക്സ് മൈക്ലോൺ ഇസ് ഈക്വൽ ടു ന്യൂ ബോക്സ് മൈ ബോക്സ് 1. ആദ്യമേ ക്രിയേറ്റ് ചെയ്ത മൈ ബോക്സ് 1 എന്ന് പറയുന്ന ഓബ്ജക്റ്റ് തന്നെയാണ് പാസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഓബ്ജക്റ്റ് പാസ് ചെയ്യുമ്പോൾ ഈ ഓബ്ജക്റ്റിൻ്റെ ഒരു കോപ്പി അങ്ങ് പോകുന്നില്ല, മറിച്ച് ആ ഓബ്ജക്റ്റിൻ്റെ റെഫറൻസ് വാല്യൂ, ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞായിരുന്നു, ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ടർ ഒരു റെഫറൻസ് വാല്യൂ റിട്ടേൺ കൊടുക്കുന്നുണ്ട് അവിടുത്തെ മെമ്മറി ലൊക്കേഷൻ്റെ. ആ വാല്യൂ ആണ് പാസ് ചെയ്യുന്നുള്ളൂ, അല്ല ഒരു ഓബ്ജക്റ്റിൻ്റെ കോപ്പി അവിടെ ഉണ്ടാകുന്നില്ല. ജസ്റ്റ് ആ റെഫറൻസ് വാല്യൂ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വാല്യൂ ആണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഓബ്ജക്റ്റ് ഓർ ദിസ് റെഫറൻസ് വേരിയബിൾ റെഫേഴ്സ് ദ സെയിം ഓബ്ജക്റ്റ് ദാറ്റ് ഈസ് പാസ്ഡ് ഇൻ ടു ദിസ് കൺസ്ട്രക്ടർ. ഈ കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്തേക്കുന്ന ആ ഓബ്ജക്റ്റിനെ തന്നെയാണ് ഇത് റെഫർ ചെയ്യുന്നത്. റെഫറൻസ് വാല്യൂ ആണ് ഇവിടെ വരുന്നത്, ഓബ്ജക്റ്റിൻ്റെ കോപ്പി വരുന്നില്ല. അപ്പം നോക്കിക്കേ, ആ ഓബ്ജക്റ്റിൻ്റെ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ OB.width എന്ന് പറഞ്ഞാൽ അതേ ഓബ്ജക്റ്റിൻ്റെ വിഡ്ത്താണ്, OB.height എന്ന് പറഞ്ഞാൽ അതേ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ്, OB.depth എന്ന് പറഞ്ഞാൽ അതേ ഓബ്ജക്റ്റിൻ്റെ ഡെപ്താണ്. അല്ലാതെ വേറൊരു ഓബ്ജക്റ്റിൻ്റെ കോപ്പി ഇങ്ങ് വരുന്നില്ല. ആ സെയിം ഓബ്ജക്റ്റിനെയാണ് ഈ റെഫറൻസ് വേരിയബിൾ ഇവിടെ റെഫർ ചെയ്യുന്നത്. അവിടുന്ന് പാസ് ചെയ്യപ്പെടുന്നതും ആ റെഫറൻസ് വാല്യൂ മാത്രമാണ് പാസ് ചെയ്യുന്നത്. ഓബ്ജക്റ്റിൻ്റെ കോപ്പി ഇങ്ങോട്ട് പാസ് ചെയ്യപ്പെടുന്നില്ല. ദിസ് ടൈപ്പ് ഓഫ് പാസിംഗ് ഇസ് കോൾഡ് പാസ് ബൈ റെഫറൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കുകയാണ്. ഒരു മെത്തേഡിൻ്റെ അകത്തേക്കോ കൺസ്ട്രക്ടറിൻ്റെ അകത്തേക്കോ വാല്യൂസ് പാസ് ചെയ്യാൻ വി യൂസ് 2 ടെക്നിക്സ്. ഒന്ന്, നമ്പർ 1, പാസ് ബൈ വാല്യൂ. എന്താണ് വാട്ട് ഈസ് പാസ് ബൈ വാല്യൂ? വെൻ വി പാസ് വാല്യൂസ് into a method or constructor, a separate copy of that values will be passed into the parameters of constructor or method. Values ആണ് പാസ് ചെയ്യുന്നെങ്കിൽ ആ വാല്യൂസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് കോപ്പീസ് ആ മെത്തേഡിലേക്ക് കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്യപ്പെടും. ബട്ട് ഇൻ ദ കേസ് ഓഫ് object, only
the reference value will be passed. So no copy of object will be passed. So that type of passing is called pass by reference. ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മൾ മെത്തേഡിലെ കൺസ്ട്രക്ടറിൽ നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ ആ മെത്തേഡിന്റെ ഒരു കോപ്പി ആ ഒബ്ജക്റ്റിന്റെ കോപ്പി പാസ് ചെയ്യപ്പെടുന്നില്ല, മറിച്ച് അതേ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് വാല്യൂ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ആ റെഫറൻസ് വേരിയബിളിലേക്ക് ക്ലാസ് ടൈപ്പ് പാരാമീറ്ററിലേക്ക് പാസ് ചെയ്യുന്നത് റെഫറൻസ് വാല്യൂ ആയതുകൊണ്ട് ദിസ് reference variable will refer the same object that is passed into the parameter. പാരാമീറ്ററിലേക്ക് പാസ് ചെയ്ത അതേ ഒബ്ജക്റ്റിനെ തന്നെയാണ് ഇതിവിടെ റെഫർ ചെയ്യുന്നത്. സോ വി കോൾ ഇറ്റ് ആസ് പാസ് ബൈ റെഫറൻസ്. അടുത്തത് കൺസ്ട്രക്ടർ ഓവർലോഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ നെക്സ്റ്റ് വി യൂസ് കൺസ്ട്രക്ടർ വിത്ത് 3 പാരാമീറ്റേഴ്സ്. നമ്മൾ ആദ്യമേ കണ്ടപോലെ തന്നെ 3 പാരാമീറ്റേഴ്സുള്ള കൺസ്ട്രക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. വേറെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ നമ്മളിവിടെ കൊടുത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു വാല്യൂം പാസ് ചെയ്യുന്നില്ലെങ്കിൽ -1 നമ്മൾ ആദ്യമേ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നോ ഓബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ വാല്യൂ. വാല്യൂയോട് കൂടി ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യത്തില്ല. ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും, അവിടെ -1 ഒക്കെ ആയിരിക്കും വാല്യൂ കിടക്കുന്നത്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ വാല്യൂ അതിന് കൊടുക്കാം. അപ്പം അങ്ങനെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വെച്ചിട്ടുള്ള ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ വേണമെങ്കിൽ അത് നമുക്ക് ഓവർലോഡ് ചെയ്യാം. പിന്നെയുള്ളത് കൺസ്ട്രക്ടർ വിത്ത് എ സിംഗിൾ പാരാമീറ്റർ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്യൂബ് ടൈപ്പ് ബോക്സ് ആവശ്യം വന്നാൽ ഒരു വാല്യൂ എടുത്താൽ മതി. ആ സെയിം വാല്യൂ തന്നെ വിഡ്ത്തിലേക്കും ഹൈറ്റിലേക്കും ഡെപ്തിലേക്കും ഇനീഷ്യൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കൺസ്ട്രക്ടർ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ നമ്മൾ ചെയ്തു. വിത്ത് സിംഗിൾ പാരാമീറ്റർ നമ്മൾ ഉപയോഗിച്ചു, 3 പാരാമീറ്റേഴ്സ് നമ്മൾ ഉപയോഗിച്ചു, അതുപോലെ തന്നെ ഒരു ഓബ്ജക്റ്റ് പാസ് ചെയ്തു. 4 രീതിയിലുള്ള കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് ആണ് നമ്മളിവിടെ നടത്തിയത്. ഈ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, മൈ ബോക്സ് 1. ഇതിൻ്റെ അകത്ത് നമ്മൾ 3 വാല്യൂസ് നമ്മൾ കൊടുത്തു. അപ്പം 3 പാരാമീറ്റേഴ്സ് ഉള്ള കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യപ്പെടും. മൈ ബോക്സ് 2 = ന്യൂ ബോക്സ്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉപയോഗിച്ചു, അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വിൽ ബി ഇൻവോക്ഡ് ഡ്യൂറിംഗ് ദ ക്രിയേഷൻ ഓഫ് ഓബ്ജക്ട് മൈ ബോക്സ് 2. അടുത്തത് ക്യൂബ്, മൈ ക്യൂബ്. ഒരു വാല്യൂ പാസ് ചെയ്തു, ആ വാല്യൂ തന്നെ ലെങ്തും വിഡ്ത്തും ഡെപ്തിലേക്കും അസൈൻ ചെയ്യപ്പെടും. അടുത്തത് മൈ ക്ലോണിംഗ്. ഒരു ഓബ്ജക്റ്റ് തന്നെ ആദ്യമേ ഉണ്ടാക്കിയ ക്രിയേറ്റ് ചെയ്ത ഓബ്ജക്റ്റ് പാസ് ചെയ്യുന്നു. ആ സമയത്ത് ആ ഓബ്ജക്റ്റിൻ്റെ റെഫറൻസ് വാല്യൂ അങ്ങ് പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ OB.length എന്ന് പറയുന്നത് മൈ ബോക്സ് 1ൻ്റെ ലെങ്തും അതുകൊണ്ട് മൈ ബോക്സ് 1ൻ്റെ വിഡ്ത്തും ഡെപ്തും എല്ലാം എടുത്ത് പുതിയൊരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പം മൈക്ലോൺ ഈ ഓബ്ജക്റ്റും ഇതിപ്പം പുതിയതായി മൈക്ലോൺ, കാരണം ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു പഴയ ഓബ്ജക്റ്റിൻ്റെ ലെങ്തും വിഡ്ത്തും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മൈക്ലോണും മൈ ബോക്സ് 1ഉം ഒരേ രീതിയിലുള്ള ഓബ്ജക്റ്റുകളായിരിക്കും. ഇതിൻ്റെ ക്ലോണാണ് മൈക്ലോൺ. എന്നിട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും നമ്മൾ വോളിയം കാണുന്നു. അപ്പോൾ നമുക്ക് വി ക്യാൻ ഓൾസോ ഓവർലോഡ് കൺസ്ട്രക്റ്റേഴ്സ് നമ്മൾ ഓവർലോഡ് ചെയ്യുന്നു എപ്പോഴാണ്? വെൻ വി വാണ്ട് ടു ക്രിയേറ്റ് മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ഓബ്ജക്റ്റ് ഓഫ് സെയിം ക്ലാസ്. ഒരേ ക്ലാസ്സിൻ്റെ തന്നെ പല ടൈപ്പ് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ വി നോർമലി ഓവർലോഡ് കൺസ്ട്രക്ടർ. അങ്ങനെ ആവശ്യം വരുന്ന സമയത്താണ് നമ്മൾ കൺസ്ട്രക്ടറിനെ ഓവർലോഡ് ചെയ്യുന്നത്.